വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന +1 സുവോളജി ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഹോർമോൺ. എൻഡോക്രൈൻ ഗ്ലാൻഡ്, the ductless gland that secrete hormone are called endocrine gland. അപ്പോൾ എന്താണ് endocrine gland? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്. അപ്പോൾ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇവർ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസുകളാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ നോക്കിക്കേ. ഹോർമോൺ ഈസ് എ കെമിക്കൽ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു എ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കലാണ്. അത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഹോർമോൺ. അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് ഏതാണോ ടാർഗറ്റ് ഓർഗൻ അതിലേക്ക് ടാർഗറ്റ് ഓർഗനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റ് ഹാവ് വെരി സിമ്പിൾ എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ഫ്യൂ ഹോർമോൺസ്. വെർട്ടിബ്രേറ്റ് പോസസ് ലാർജ് നമ്പർ ഓഫ് കെമിക്കൽസ് ആക്ടേഴ്സ് ഹോർമോൺ. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റിൻ്റെ കേസിൽ കുറച്ച് ഹോർമോൺസുകളെ അവർക്കുള്ളൂ, പക്ഷേ വെർട്ടിബ്രേറ്റ്സിന് ധാരാളം ഹോർമോൺസുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഡിഫ്യൂസ്ഡ് ടിഷ്യൂസ് ഓർ സെൽസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. അപ്പോൾ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻഡുകളും കുറേ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഡിഫ്യൂസ്ഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ സെല്ലുകൾ പ്രസൻ്റ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ആർ ഗിവൺ ബിലോ. ഏതൊക്കെയാണ് നോക്കുക? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ്, തൈമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ടെസ്റ്റിസ്, ഓവറി. അങ്ങനെ 10 ഉള്ളത്. ഇതുകൂടാതെ വേറെ കുറച്ച് ഓർഗൻസുകളും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡ് റീജിയനിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് 3. ഏതൊക്കെയാണ്? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. ഇനി നെക്ക് റീജിയനിൽ ഏതൊക്കെയാണ് ഉള്ളത്? നെക്ക് റീജിയനിലാണ് തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയ്ഡും ഉള്ളത്. തൊറാസിക്കിലാണ് തൈമസ് ഉള്ളത്. അബ്ഡോമിനൽ റീജിയനിലാണ് അഡ്രിനൽ ഗ്ലാൻഡും പാൻക്രിയാസും ടെസ്റ്റീസും ഓവറിയും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറെ ഞാൻ പറഞ്ഞില്ല, വേറെ കുറച്ച് ഓർഗൻസുകളും ഇതുപോലെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കിക്കേ. ഏതൊക്കെയാണ്? ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്, ലിവർ, കിഡ്നി, ഹാർട്ട്, ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈപ്പോതലാമസ് നോക്കാം. ഹൈപ്പോതലാമസ്, ഇറ്റ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ഡയാൻസെഫലൻ ഓഫ് ഫോർബ്രെയിൻ. അപ്പോൾ ഫോർബ്രെയിൻ്റെ ഡയാൻസെഫലൻ്റെ ബേസൽ പാർട്ടിലാണ് ഹൈപ്പോതലാമസ് ഉള്ളത്. ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ സെവറൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയെ വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺ. അപ്പോൾ ഹൈപ്പോതലാമസിൽ ധാരാളം ന്യൂറോ സെക്രീറ്ററി സെല്ലുകളുണ്ട്. അതിനെയാണ് ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് കെമിക്കലാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഹോർമോൺ റെഗുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അപ്പോൾ മെയിനായിട്ട് ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺസ്, ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ചെയ്യുന്നത് എന്താണ്? പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഹോർമോൺസുകളാണ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യണമെന്ന് നോക്കുക. 2 ഹോർമോൺസുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഏതാണ്? റിലീസിങ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. റിലീസിങ് ഹോർമോൺ എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അതായത് പിറ്റ്യൂട്ടറി ഹോർമോണിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് റിലീസിങ് ഹോർമോണിന്റെ ഡ്യൂട്ടി. അതിന് എക്സാമ്പിളാണ് ഏത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി ടു സിന്തസിസ് ആൻഡ് റിലീസ് ഗൊണാഡോട്രോപ്പിൻസ്. അപ്പോൾ ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? പിറ്റ്യൂട്ടറിയിൽ നിന്ന് കുറച്ച് ഹോർമോൺ റിലീസ് ചെയ്യാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഹൈപ്പോതലാമസിലുള്ള റിലീസിങ് ഹോർമോണിന്റെ ഡ്യൂട്ടി. അപ്പോൾ ആ റിലീസിങ് ഹോർമോണിന്റെ പേരാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? പിറ്റ്യൂട്ടറിനോട് ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യിക്കുന്ന കാര്യത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ദീസ് ഹോർമോൺ ഇൻഹിബിറ്റ് സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. ഇത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇൻഹിബിറ്ററി, ആ പേരിൽ തന്നെയുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നത്? പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആര്? ഈ ഒരു സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ ഹൈപ്പോതലാമസ് ആണ് റിലീസ് ചെയ്യുന്നത്.
These hormones of hypothalamus are originated in the hypothalamus neuron. They pass through axons and are released from their nerve ending. These hormones reach the pituitary gland through portal circulatory system. Okay, അതായത് ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. ആൻഡ് സ്റ്റിമുലേറ്റ് ദ ടാർഗറ്റ് ഓർഗൻ ആൻഡ് ദീസ് thus regulate the functions of anterior pituitary. അപ്പോൾ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? ആന്റിയർ പിറ്റ്യൂട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ദ ഡയറക്റ്റ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ്. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതായത് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ആന്റീരിയർ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. ആന്റിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഈ ഒരു പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിൽ ഒരു പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് ഡയറക്റ്റ് ന്യൂറൽ കൺട്രോളിലാണ്. ഓക്കെ, ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിൻ്റെ ഡയൻസെഫലോൻ്റെ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോണ് ഹൈപ്പോതലാമസ് ഇരിക്കുന്നത്. അതിൽ കുറേ ന്യൂക്ലിയ ഉണ്ട്. ഈ ന്യൂക്ലിയയാണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്തേക്കുന്നത്. ഏതാണ്? റിലീസിങ് ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. എന്തായാലും ഈ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ചില സെക്രീഷൻസ് സെക്രീറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില സെക്രീഷൻസ് ഇൻഹിബിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ് ഹൈപ്പോതലാമസിന്റെ ഹോർമോണിന് ഉള്ളത്. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ബോണി ക്യാവിറ്റി കോൾഡ് സെല്ല ടേഴ്സിക്ക. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബോണി ക്യാവിറ്റിയുടെ ഉള്ളിലാണ്. സെല്ല ടേഴ്സിക്ക എന്ന് പറയുന്ന ഒരു ബോണി ക്യാവിറ്റിയുടെ ഉള്ളിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. അനാറ്റമിക്കലി പിറ്റ്യൂട്ടറി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? അഡിനോ ഹൈപ്പോഫിസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫിസിസ്. അപ്പോൾ എന്തെന്നാണ് ഇതിനെ പറയുന്നത്? അഡിനോ ഹൈപ്പോഫിസിസും ന്യൂറോ ഹൈപ്പോഫിസിസ് എന്ന് പറയും. അഡിനോ ഹൈപ്പോഫിസിസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ. ഓക്കെ, അഡിനോ ഹൈപ്പോഫിസിസ് എന്ന് പറഞ്ഞാൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസിനെയാണ് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. പാർസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഇന്റർമീഡിയറ്റ് പാർട്ടാണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ട്. അഡിനോ ഹൈപ്പോഫിസിസ് ഉണ്ട്, ന്യൂറോ ഹൈപ്പോഫിസിസ് ഉണ്ട്. അഡിനോ ഹൈപ്പോഫിസിന് 2 ഭാഗങ്ങളുണ്ട്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസിനെ മാത്രമാണ് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാർസ് ഡിസ്റ്റാലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാർസ് ഡിസ്റ്റാലിസ് ആണ് എന്ത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. അതിൽ 6 ഹോർമോൺസ്, പാർസ് ഡിസ്റ്റാലിസിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ ഹോർമോൺസ് കയറി വന്നേക്കുന്നത്. ഏതാണ്? 6 ഹോർമോൺസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലുറ്റിനൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതാണ് ഈ 6 എണ്ണം. അപ്പോൾ ഏതൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, ACTH, പിന്നെ ഏതാണ്? TSH, FSH, LH. ഇത്രയും ഈ 6 ഹോർമോണുകളാണ് പാർസ് ഡിസ്റ്റാലിസ് അഥവാ ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി പാർസ് ഇന്റർമീഡിയ ആണെങ്കിലോ, പാർസ് ഇന്റർമീഡിയയെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല. അത് ആകെ ഒരു ഹോർമോൺ മാത്രമേ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, MSH എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. അതായത് പാർസ് ഇന്റർമീഡിയ എന്ന് പറയുന്നൊരു കുറച്ച് ഭാഗമുള്ളൂ, അതിങ്ങനെ പാർസ് ഡിസ്റ്റാലിസുമായിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കുകയാണ് ഈ പാർസ് ഇന്റർമീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂറോ ഹൈപ്പോഫിസിസ് എന്ന് പറഞ്ഞാലാണ് എന്ത്? അതിനെയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? അഡിനോ ഹൈപ്പോഫിസിസ് ഉണ്ട്, ന്യൂറോ ഹൈപ്പോസിസ് ഉണ്ട്. അഡിനോ ഹൈപ്പോസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും. പാർസ് ഡിസ്റ്റാലിസിൽ 6 ഹോർമോൺസും പാർസ് ഇന്റർമീഡിയയിൽ ഒരൊറ്റ ഹോർമോണേ ഉള്ളൂ. ഈ ഒരു പാർസ് ഡിസ്റ്റാലിസ് ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. നമ്മളുടെ ന്യൂറോ ഹൈപ്പോഫിസിസിൽ വന്നതാണ് പാൾസ് നെർവോസ. പാൾസ് നെർവോസനെയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോമൺലി കോൾഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇറ്റ് സ്റ്റോർ ആൻഡ് റിലീസ് 2 ഹോർമോൺ. അതായത് ഈ ഒരു ന്യൂറോ ഹൈപ്പോഫിസിസിൽ പാൾസ് നെർവോസ ഉണ്ടല്ലോ, പാൾസ് നെർവോസ അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞില്ലേ, ഇതിന് 2 ഹോർമോൺസിനെ റിലീസ് ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്നത്. അതാണ് ആ ഹോർമോണുകളുടെ പേരാണ് ഓസിറ്റോസിനും വാസോപ്രസിനും. These hormones are actually synthesized by the hypothalamus and are transported axonally to the ന്യൂറോഹൈപ്പോഫിസിസ്. അതായത് ഈ ഒരു എന്താണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സിന്തസൈസ് ചെയ്യല ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോർമോണിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഫങ്ഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. നമ്മൾ ഇത്രയും ഹോർമോൺസുകൾ ഉണ്ട് എന്ന് പറഞ്ഞുള്ളൂ. ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഫങ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നമുക്ക് ആന്റിയർ പിറ്റ്യൂട്ടറിയുടെ കേസ് നോക്കാം. അതാണ് ആന്റിയർ പിറ്റ്യൂട്ടറി ആണ് പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിനെ നമ്മൾ സൊമാറ്റോട്രോപ്പിൻ, സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, STH. ഓക്കെ, അപ്പോൾ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ എന്നൊക്കെയാണ് ഈ ഗ്രോത്ത് ഹോർമോണിനെ പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ നോർമൽ ബോഡി ഗ്രോത്ത്. അപ്പോൾ ഈ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GH എന്നൊക്കെ പറയുന്നത് ഈ ഗ്രോത്ത് ഹോർമോൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ബോഡിയുടെ നോർമൽ ഗ്രോത്തിന് ആവശ്യമുള്ള സാധനമാണ് ഗ്രോത്ത് ഹോർമോൺ. ഇനി ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡിസോർഡർ ഇൻ ചിൽഡ്രൻ ഡ്യൂ ടു ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ കുറച്ച് കൂടിപ്പോയാൽ ഗ്രോത്ത് നന്നായിട്ട് കൂടിപ്പോവും, അപ്പോൾ ഒരു ജൈജാൻറ്റിക് ഫീലിംഗ് വരും. ആ ഒരു ഡിസോർഡർ, കുട്ടികളിലുള്ള ആ ഒരു ഡിസോർഡറിനെയാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഡാർഫിസം ഉണ്ട്. അതായത് ഈ GH-ന്റെ അളവ് കുറഞ്ഞു പോയ അല്ലെങ്കിൽ GH ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോഴും എന്ത് സംഭവിക്കും? കുട്ടികളിൽ ഡാർഫിസം വരും. അതും കുട്ടികളിലേക്ക് കാണുന്ന ഒരു ഡിസോർഡറാണ്. ഇനി ആക്രോമെഗാലി ഈസ് എ ഡിസോർഡർ ഇൻ അഡൽട്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കേസാണ് പറഞ്ഞത്. അതായത് ഗ്രോത്ത് ഹോർമോൺ അഡൽട്ടിൽ ഓവർ സെക്രീഷൻ നടക്കുമ്പോൾ എന്താണ് അവർക്ക് ഉണ്ടാവുന്നത്? ആക്രോമെഗാലി എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് ആൻ അബ്നോർമൽ ഇലോങ്ങേഷൻ ഓഫ് ബോൺസ് ഓഫ് ആം, ഹാൻഡ്, ലെഗ്സ് ആൻഡ് ലോവർ ജോ. ഇറ്റ് ഈസ് ഗൊറില ലൈക്ക് ബട്ട് നോട്ട് ജെയിൻറ്റ്. അതായത് ഒരു ഗൊറിലയുടെ പോലെ ഇരിക്കുള്ളൂ, പക്ഷെ ജെയിൻറ്റ് ലൈക്ക് അപ്പിയറൻസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ആക്രോമെഗാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ക്ലിയർ അല്ലേ? ഗ്രോത്ത് ഹോർമോണൊക്കെ എന്തെന്നാണ്? ആന്റിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹോർമോണാണ് പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിനെ നമ്മൾ ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നൊക്കെ പറയാറുണ്ട്. ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ. ഓക്കെ, ഇറ്റ് റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്. അപ്പോൾ പ്രോലാക്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുക. ഇറ്റ് സ്റ്റിമുലേറ്റ് മാമറി ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് മിൽക്ക്, ലാക്ടേഷൻ ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ചൈൽഡ്. അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പ്രോലാക്റ്റിൻ ആണ്. അപ്പോൾ മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തും മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോലാക്റ്റിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതിനെ തൈറോട്രോപ്പിക് ഹോർമോൺ എന്നൊക്കെ പറയും. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഫ്രം ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ കോൾഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഫ്രം ദ അഡ്രീനൽ കോർട്ടെക്സ്. അതായത് ഈ അഡ്രീനൽ കോർട്ടെക്സിൽ ഉള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിലെ അതിന്റെ സിന്തസിസും സ്റ്റിമുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, ACTH അല്ലെങ്കിൽ കോർട്ടിക്കോട്രോപ്പിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്നതിൽ അത് ഫീമെയിൽസിനും ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, മെയിൽസിനും ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫീമെയിൽസിന്റെ കേസിൽ നോക്കാം. ലൂട്ടിനൈസിങ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ovulation of fully mature follicle, Graafian follicle, and maintain corpus luteum formed from the remnants of Graafian follicle after ovulation. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഓവറിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കുറെ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ കേസൊക്കെ പറഞ്ഞിരുന്നില്ലേ? കുറച്ച് ഫോളിക്കിൾസ് ഉണ്ട്, മെച്യൂർ ഫോളിക്കിൾസ്. അപ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ മെച്യൂറേഷനെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി അതിൽ നിന്ന് കോർപ്പസ് ലൂറ്റിയം ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ കോർപ്പസ് ലൂറ്റിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതൊക്കെയാണ് ഈ ഒരു ഫീമെയിൽസിന്റെ കേസിൽ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇൻ ഫീമെയിൽ ദിസ് പിറ്റ്യൂട്ടറി ഹോർമോൺ ഈസ് നോൺ ആസ് ലൂട്ടിനൈസിങ് ഹോർമോൺ. അപ്പോൾ ഫീമെയിൽസിൽ നമ്മൾ ഇതിനെ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇനി മെയിൽസിന്റെ കേസിൽ അതായത് നമ്മൾ ടെസ്റ്റിസ് പഠിക്കുമ്പോൾ ടെസ്റ്റിസിന്റെ ഉള്ളിൽ സെമിനിഫറസ് ട്യൂബിൾസ് ഉണ്ട്. അതുകൂടാതെ കുറെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസ് ഉണ്ട്. ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിൽ ലേഡിക് സെൽസുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഹോർമോൺ, ദിസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ലേഡിക് ടു സെക്രീറ്റ് മെയിൽ ഹോർമോൺ ദാറ്റ് ഈസ് ആൻഡ്രജൻ ഫ്രം ദ ടെസ്റ്റിസ്. അപ്പോൾ മെയിൽസിന് ലൂട്ടിനൈസിങ് ഹോർമോൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസിൽ ഈ ലേഡിക് സെൽസിന്റെ ഇൻഡസ്ട്രീഷ്യൽ സെൽസിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നതാണ് ആരുടെ ഡ്യൂട്ടി? ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ. സോ ഇൻ മെയിൽ ദിസ് പിറ്റ്യൂട്ടറി ഹോർമോൺ ഈസ് കോൾഡ് ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ICSH ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് മെയിൽസിന്റെ കേസിൽ പറയുന്നത്. ഫീമെയിൽസിന്റെ കേസിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്നാണ് LHനെ വിളിക്കുന്നത്. മെയിൽസിന്റെ കേസിൽ നമ്മൾ ഇതിനെ ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ആണ് ലേഡിക് സെൽസിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യിക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഡ്യൂട്ടിയാണ് മെയിൽസിന്റെ കേസിൽ LHനുള്ളത്. ഓക്കെ,
ഇനി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓവറിയൻ ഫോളിക്കിൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറിയിൽ കുറെ ഓവറിയൻ ഫോളിക്കിൾസിൽ ആ ഓവറിയൻ ഫോളിക്കിൾസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫീമെയിൽസിൽ FSHന്റെ ഡ്യൂട്ടി. മെയിൽസിലാണെങ്കിലോ മെയിൽസിൽ സ്പെർമറ്റോജെൻസിസ് റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ LHനെയും FSHനെയും എന്താണ് ഇവരാണ് ഗൊണാഡൽ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗൊണാഡോട്രോഫിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കുറച്ച് കൂടുതൽ പറഞ്ഞു, ഡൗട്ട് ആവണ്ട. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നും കൂടി ആലോചിച്ച് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 പാർട്സ് ആണുള്ളത്. അഡിനോ ഹൈപ്പോഫിസിസ് ഉണ്ട്, ന്യൂറോ ഹൈപ്പോഫിസിസ് ഉണ്ട്. അഡിനോ ഹൈപ്പോഫിസിസിന് 2 പാർട്ടുകളാണുള്ളത്. ഒന്ന് പാഴ്സ് ഡിസ്റ്റാലിസും പിന്നെ പാഴ്സ് ഇന്റർമീഡിയ എന്ന് പറയും. പിന്നെ ഈ ഒരു ന്യൂറോ ഹൈപ്പോഫിസിസ് തന്നെയാണ്, അതിലെയാണ് പാഴ്സ് നെർവോസോ ഉള്ളത്. അതിനെയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാഴ്സ് ഡിസ്റ്റാലിസിൽ കുറെ 6 ഹോർമോൺസ് ഒക്കെ വരുന്നത് ഈ പാഴ്സ് ഡിസ്റ്റാലിസ് ആണ്. ഈ സാധനം പാഴ്സ് ഡിസ്റ്റാലിസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചു കഴിയും. അതായത് 6 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പാഴ്സ് ഡിസ്റ്റാലിസിലുള്ള 6 ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ലൂറ്റിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ അതിലാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഗ്രോത്ത് ഹോർമോണിന്റെ കേസ് പറഞ്ഞു. ഗ്രോത്ത് ഹോർമോൺ കുട്ടികളിൽ ഓവർ സെക്രീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ജൈജാൻഡിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ സെക്രീഷൻ കുറഞ്ഞു പോയാൽ അവർക്ക് ഡാർഫീസ് ഉണ്ടാക്കും. അഡൽറ്റിന്റെ കേസിലാണ് ഓവർ സെക്രീഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ആക്രോമെഗാലിയാണ് ഉണ്ടാക്കുന്നത്. പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്, മറ്റേ മിൽക്ക് ലാക്ടേഷന്റെ സമയത്ത് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോലാക്റ്റിൻ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് തൈറോയ്ഡ് സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്, അഡ്രിനൽ കോർട്ടിക്സിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോഡ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ലൂറ്റിനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് മെയിൽസിലും ഫംഗ്ഷൻ ഉണ്ട്, ഫീമെയിൽസിലും ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ഹോർമോണിനും മെയിൽസിലും ഫംഗ്ഷൻ ഉണ്ട്, ഫീമെയിൽസിലും ഫംഗ്ഷൻ ഉണ്ട്. LHന്റെ കേസ് പറയുമെങ്കിൽ ഫീമെയിൽസിലാണെങ്കിൽ അവരുടെ ഓവറി ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റും കോർപ്പസ് ലൂറ്റിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഫംഗ്ഷൻ ആണ് ഫീമെയിൽസിലുള്ളത്. മെയിൽസിലാണെങ്കിൽ ലേഡിക് സെൽസിനെ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ജോലിയാണ് എവിടെ ഉള്ളത്, മെയിൽസിലുള്ളത്. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ കേസ് ആണെങ്കിൽ ഫീമെയിൽസിൽ അവരുടെ ഫോളിക്കുലർ ഡെവലപ്മെന്റ് മര്യാദക്ക് അതിന്റെ ഗ്രോത്ത് ഒക്കെ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടൊക്കെയും. മെയിൽസിന്റെ കേസ് ആണെങ്കിൽ സ്പെർമറ്റോജെൻസിസ് റെഗുലേറ്റ് ചെയ്യുക എന്നതാണ് FSHന്റെ ഡ്യൂട്ടി. എന്തായാലും LHനെയും FSHനെയും കൂടിയാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് പാഴ്സ് ഇന്റർമീഡിയ. പാഴ്സ് ഇന്റർമീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ പാഴ്സ് ഡിസ്റ്റാലിസ് ആയിട്ട് മെർജ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആകെ ഒരു ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. ഏതാണ്? MSH. അതാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. MSH ആക്ട് ഓൺ മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ഓർ മെലാനോസൈറ്റ് ഇറ്റ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ. അതായത് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ ഇല്ല, മെലാനോസൈറ്റ്, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പാഴ്സ് ഇന്റർമീഡിയ അഥവാ ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അതിലാകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ന്യൂറോ ഹൈപ്പോഫിസിസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അത് സെക്രീറ്ററി ഫംഗ്ഷൻ അല്ല, വെറുതെ ഹൈപ്പോതാലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിന് സ്റ്റോർ ചെയ്ത് വെച്ച് റിലീസ് ചെയ്യുന്ന കാര്യം മാത്രമേ ഈ ഒരു ന്യൂറോ ഹൈപ്പോഫിസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്നുള്ളൂ. എന്നാലും 2 ഹോർമോൺസ് ആണ് അവർ റിലീസ് ചെയ്യുന്നത്, ഓസിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, ഇനി ഓസിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസിറ്റോസിൻ എന്ന് പറയുന്നത് ബർത്ത് ഹോർമോൺ അല്ലെങ്കിൽ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്നൊക്കെ പറയും. ഈ ഓസിറ്റോസിൻ ആണ് ഈ എന്താണ് പാർച്യൂറിഷന്റെ സമയത്ത് ഈ മറ്റേ യൂട്രൈൻ മസിൽ കൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതും മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് ഇജക്ട് ചെയ്യാനായിട്ടുള്ള അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഓസിറ്റോസിൻ ആണ്. അതുകൊണ്ടാണ് ഈ ബർത്ത് ഹോർമോൺ അല്ലെങ്കിൽ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്നൊക്കെ പറയുന്നത് ഓസിറ്റോസിൻ. ഇനി വാസോപ്രസിൻ എന്ന് പറയുന്നത് ആന്റി ഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്ന് പറയും. നമ്മൾ കിഡ്നിയുടെ കേസിലൊക്കെയാണ് ഈ ഒരു വാസോപ്രസിന്റെ കാര്യം പഠിച്ചിട്ടുള്ളത്. It acts on kidney and promote reabsorption of water and electrolyte by the distal convoluted tubule from the kidney. അതായത് നമുക്ക് ആവശ്യമുള്ള വാട്ടർ ഇലക്ട്രോലൈറ്റ് ഒക്കെ റീഅബ്സോർബ് ചെയ്യിപ്പിക്കുന്നത്, അതായത് ഡിസ്റ്റൽ കൺവൽറ്റഡ് ട്യൂബിളിനെ കൊണ്ട് റീഅബ്സോർബ് ചെയ്യിപ്പിക്കുക എന്നതാണ് ആരുടെ ഡ്യൂട്ടി? ADH അഥവാ വാസോപ്രസിന്റെ ഡ്യൂട്ടി. ദിസ് ഹോർമോൺ ദെർബൈ റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അതായത് ഒരു കരി വാട്ടർ വെറുതെ യൂറിൻ വഴി പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ല, നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല, വാട്ടർ ലോസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. സോ ഹെൻസ് ഇറ്റ് ഓൾസോ കോൾഡ്, അതുകൊണ്ട് നമ്മൾ അതിനെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്, ADH എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്? ഇറ്റ് ഇസ് എ ഡിസോർഡർ ഡ്യൂ ടു ലോ സെക്രീഷൻ ഓർ ലാക്ക് ഓഫ് ADH. അതായത് ഈ ഒരു ADHന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ?
ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയും നോക്കണുള്ളൂ. നമ്മൾ ഏതൊക്കെ ഗ്ലാൻഡാ പറഞ്ഞത്? ഇന്ന് നമ്മൾ ഹൈപ്പോതലാമസ് പറഞ്ഞു, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറഞ്ഞു. ഹൈപ്പോതലാമസിലുള്ള രണ്ട് ഹോർമോണുകളാണ് ഏത്? ഒന്ന് റിലീസിങ് ഹോർമോൺ ആയിട്ടുള്ള ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള സൊമാറ്റോസ്റ്റാറ്റിൻ. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കുറച്ച് കൂടുതൽ ഹോർമോൺസിന്റെ കേസ് പറഞ്ഞിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? അഡിനോ ഹൈപ്പോഫിസും ന്യൂറോ ഹൈപ്പോസിസും. അഡിനോ ഹൈപ്പോസിസ് തന്നെ പിന്നെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാൾസ് ഡിസ്റ്റാലിസും പാൾസ് ഇന്റർമീഡിയ. പാൾസ് ഡിസ്റ്റാലിസിൽ 6 ഹോർമോൺസ് വരുന്നുണ്ട്, പാൾസ് ഇന്റർമീഡിയയിൽ ഒരൊറ്റ ഹോർമോണേ വരുന്നുള്ളൂ. മറ്റേ ന്യൂറോ ഹൈപ്പോഫിസിസ് അഥവാ പോസ്റ്റർ പിറ്റ്യൂട്ടറിയിൽ 2 ഹോർമോൺസ് വരുന്നുണ്ട്. പക്ഷേ ഈ 2 ഹോർമോൺസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്നതല്ല, പകരം ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ സ്റ്റോർ ചെയ്ത് വെച്ച് റിലീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, താങ്ക് യു.